ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തുണ്ട് വിശേഷം? എൻ്റെ വിശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ചമ്മന്തി ഉള്ളതുകൊണ്ട് പകുതി ജോലി പറഞ്ഞു. ഈ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുന്ന കറിക്ക് പിറ്റേ ദിവസം ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കോ? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തലേ ദിവസത്തെ മീൻകറിയാന്ന്. പ്രത്യേകിച്ച് ചൂരയോ അല്ലെങ്കിൽ അയലയൊക്കെ ഉണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം എടുത്ത് ചൂടാക്കുമ്പോൾ ഒരു മണമുണ്ട്. ദൈവമേ, ആലോചിക്കുമ്പോൾ വായിൽ വെള്ളം വരിക. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ പ്രധാന ആഹാരങ്ങളിലൊന്നാണ് ദോശയും ചമ്മന്തിയും. മിക്ക ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. അതുണ്ടാക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അക്ഷതയ്ക്കും അഞ്ജുനും ഒക്കെ കൊണ്ടുപോകാനും കഴിക്കാനൊക്കെ അവർക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ്. പിന്നെ ഈ ദോശയുടെ കൂടെ മുട്ട കഴിക്കുന്നത്. ഞാൻ പണ്ട് നാട്ടിലായിരുന്നപ്പോൾ തട്ടുദോശയുടെ കൂടെയാണ് സ്ഥിരം ഇങ്ങനെ കഴിക്കുന്നത്. അത് വൈകിട്ടേ ഉണ്ടാവാറുള്ളൂ. അഞ്ജുന് ഇതുപോലെ ദോശയുടെ കൂടെ മുട്ടയോ അല്ലെങ്കിൽ പ്രോട്ടീനായിട്ടുള്ള വേറെ എന്തെങ്കിലും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ അങ്ങനെ കഴിക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ നല്ല വിശക്കും. പിന്നെ കയ്യിൽ കിട്ടുന്ന എന്താണോ അത് മേടിച്ച് കഴിക്കും. ഇതുപോലെ മുട്ടയൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു മണി വരെയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റാറുണ്ട്. അതിൻ്റെ കൂടെ നല്ല കടുപ്പത്തിൽ ചായയോ അല്ലെങ്കിൽ കാപ്പിയോ ഉണ്ടെങ്കിൽ അതും അന്തസ്. ദേ, ആശാത്തി എഴുന്നേറ്റു. ഇന്ന് കുറച്ച് നേരത്തെയാണ്. സാധാരണ ഇതിലും താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്. മിക്കവാറും അഞ്ജുൻ്റെ ചുമ കേട്ടിട്ട് എഴുന്നേറ്റതാവും. ഇനിയാണ് ഞങ്ങളുടെ തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോകുന്നത്. അവൾക്ക് എപ്പോഴും തന്നെ പല്ല് തേക്കണം. ഞങ്ങൾ പല്ല് ജീവിക്കുന്ന ആശാത്തിക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അവളുടെ കയ്യിൽ ബ്രഷ് കിട്ടിക്കഴിഞ്ഞാൽ അതിട്ട് ഇങ്ങനെ ചവച്ചിരിക്കും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ബ്രഷ് കളയും. സാധാരണ അതാണ് പതിവ്. ഈ മുകളിലും താഴെയായിട്ട് 2 4 പല്ലാണ് ആകെയുള്ളത്. അതിനാണ് ഈ രാഗി എനിക്ക് എടുക്കുന്നത്. ഞാനിവളെ എപ്പോഴും വിളിക്കുന്ന കീരിപ്പല്ലി എന്ന്. ഇനി നമ്മളെ പല്ല് തേപ്പിക്കണം. നമ്മൾ വാ തുറന്നില്ലെങ്കിൽ ആ ബ്രഷ് വെച്ച് കുത്തി തുറക്കും. നമ്മളിൽ പലരും ഈ ഉമിക്കരിയും മാവിലേക്കും നമ്പൂരിയുടെ പൽപ്പൊടിയൊക്കെ കൊണ്ട് പല്ലിച്ച് തുടങ്ങിയവരല്ലേ. പിന്നെ ഒരു വെള്ള പൽപ്പൊടിയും കിട്ടുമായിരുന്നു. അതൊക്കെ ഒരു രസം. ബാക്കിയുള്ള അംഗം മുഴുവൻ ഇനി ഇവളെയും കൊണ്ടാണ്. ഇതാകുമ്പോൾ അടുക്കളയിൽ ചൂടും എൻ്റെ ചൂടൊക്കെ കൊണ്ട് അവൾക്ക് ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഇവക്കിങ്ങനെ ദോശ വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രായത്തിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഒരു പകുതി ദോശ മാക്സിമം. ചിലപ്പോൾ അതുമില്ല. അവളുടെ മൂഡ് അനുസരിച്ചാണ്. ദേ, ഒരാൾ നനഞ്ഞ കോഴിയെ പോലെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ. ആരോ കണ്ണു വെച്ചതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതിലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇവിടുത്തെ കോമൺ പനിയാണ് ഇൻഫ്ലുവൻസ. ഇഞ്ചക്ഷൻ കിട്ടും, പക്ഷെ എന്നാലും പനി പിടിച്ചു പോയി കഴിഞ്ഞാൽ ഒരു 7 ദിവസം പോയി കിട്ടും. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 5 ദിവസം കിടക്കയെന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. ദേ, ആ കാണുന്ന ഷെൽഫ് ഉണ്ടോ? ആ ബുക്ക് ഷെൽഫാണ് ഇവളുടെ പ്രധാന കളിപ്പാട്ടം. ഞങ്ങളെ ഇവളെ വീട്ടിൽ വിളിക്കുന്നത് ധനു എന്നാണ്, അക്ഷതയെ ഭാനു എന്നും. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ വരത്തും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അഞ്ജുന് ഒരു കട്ടൻ ചായ കുടിക്കണമെന്ന് പറഞ്ഞത്. ഈ ഇല ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനെ നവരയില എന്നാണ് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു പനിക്കൂർക്ക ഇല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇവിടെ ചിലർക്കിത് മെക്സിക്കൻ ഒറിഗാനോയാണ്. അതെ, ആള് ഒരു ലാറ്റിൻ അമേരിക്കൻ ഐറ്റമാണ്. ഈ പനിയും നല്ല മഴയും ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് ചായ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നല്ല മണവുമാണ്. ഞങ്ങളുടെ സ്ഥിരം ഐറ്റമായത് പനി വരുമ്പോൾ. ഞങ്ങൾ UK ആദ്യമായിട്ട് എത്തിയപ്പോൾ ഭാനുവിന് ഇതുപോലെ പനി വന്നു. അന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ തൈ തന്നത് റോയൽ മെയിലിൽ വർക്ക് ചെയ്യുന്ന ജോയ് ചേട്ടനാണ്. ജോയ് ചേട്ടനും വൈഫ് ഫെലിക്സ് ചേച്ചിയും. ഇവരുടെ നാട് കോട്ടയത്താണ്. അവരുടെ വീട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കാട് പിടിച്ച പോലെയാണ്. ചേട്ടൻ ഭയങ്കരമായിട്ട് അതിനെ കെയറും ചെയ്യും. അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന തൈ നട്ട് പിടിപ്പിക്കാനുള്ള സാവകാശമൊന്നും കിട്ടിയില്ല. ജോയ് ചേട്ടൻ തന്ന തൈ ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് തന്നെ തീർന്നായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തൈ കിട്ടിയത് വിജയ് ചേട്ടൻ്റെയും ബിനി ചേച്ചിയുടെയും വീട്ടിൽ പോയപ്പോഴാണ്. അവരെ ഞങ്ങൾ പിന്നീട് പരിചയപ്പെടുത്തി തരാം. പരിചയപ്പെടേണ്ട ഒരു കക്ഷിയാണ് വിജയ് ചേട്ടൻ. ചേട്ടൻ അവിടെ പോയപ്പം ചേച്ചി കുറച്ച് തൈ തന്നു വിട്ടു, ഒരു 4-5 എണ്ണം. ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ ബാക്കി പത്രമാണ്. അങ്ങനെ വരത്തൻ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, പക്ഷെ വീണ്ടും എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ എന്ന് കരുതിയപ്പം വെച്ചതാണ്.
നമുക്ക് ലഞ്ചിൻ്റെ കാര്യം നോക്കിയാലോ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ടെസ്കോയിൽ പോയപ്പോൾ മേടിച്ചത്. ഇനി 3-4 ദിവസം കൂടെ ഉള്ളൂ എൻ്റെ എക്സ്പയറി തീരാനായിട്ട്. അതിനു മുമ്പ് നമുക്ക് ഇവനങ്ങ് റെഡിയാക്കാം. ഞാനിന്ന് ട്രിവാൻഡ്രം സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ചെയ്താലോ എന്ന് അങ്ങനെ ആലോചിക്കുക. വലിയ സ്പൈസി ഇല്ല, ഒരു മീഡിയം സ്പൈസി. ചിക്കൻ മാത്രം പോരല്ലോ, കുറച്ച് ബ്രാഹ്മണിക്കൽ ഹെജിമണിയും കൂടെ വേണ്ടേ, നമ്മുടെ അരുൺ ചേട്ടൻ പറയും പോലെ. ഇവിടെ ഇതിൻ്റെ പേര് തിന്തൂര എന്നാണ്, നമ്മുടെ നാട്ടിലെ കോവയ്ക്ക. ഈ മീൻ വെട്ടുമ്പോൾ അതിനടുത്ത് കിടന്ന് കറങ്ങുന്ന പൂച്ച കണ്ടിട്ടില്ലേ, അതുപോലെയാണ് ഇവള്. ആകെ ഉള്ളത് 4 പല്ല, അതാണെങ്കിൽ ആകെ മിനിക്ക് വെച്ചിട്ടുമുണ്ട്. അതിൻ്റെ അഹങ്കാരമായി കാണിക്കുന്നത്. ഡമ്മോ, ഈ കോവയ്ക്കയുടെ കൂടെ കുറച്ച് സവാള ഗിരിഗിരിയും കൂടെ ഉണ്ടെങ്കിൽ കുശാൽ. പിന്നെ പേരിന് 2 പച്ചമുളകും, ഒരു മണത്തിന് വേണ്ടി, വലിയ എരിവൊന്നുമില്ല. ആദ്യം സവാള, കൂട്ടിന് മുളകും. അതൊന്ന് വാടി വരുമ്പോൾ പിന്നെ കോവയ്ക്ക. നല്ല തീയിൽ ഒരു 4-5 മിനിറ്റ് ഇട്ട് ഇളക്കി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഒരല്പം ഗ്ലാമറിന് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഞങ്ങൾ പൊതുവെ കാശ്മീർ ചില്ലി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതാകുമ്പോൾ അത്യാവശ്യം നിറവും കിട്ടും, എരിവും കുറവാണ്. ഇതിനിടെ മനഃപൂർവ്വം വിട്ടുപോയതല്ല ഉപ്പിൻ്റെ കാര്യം. കറിയായി കഴിഞ്ഞാൽ എന്തായാലും ഉപ്പിടണമല്ലോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ടോ, കൂടാതെ നോക്കിയാൽ മതി. ഒരല്പം വെള്ളവും കൂടെ പാകത്തിനായി കഴിഞ്ഞാൽ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞു എന്ന് കരുതരുത്. കുറച്ച് നേരമായിട്ട് ചിക്കൻ ഊഴവും കാത്ത് കിടപ്പുണ്ട്. അവന് വേണ്ടി സവാള ആവശ്യത്തിന്, പാകത്തിന് മുളക് പൊടി, മല്ലിപ്പൊടിയോട് നമുക്ക് പ്രത്യേകിച്ച് ശത്രുതയൊന്നും ഇല്ലെങ്കിൽ ഒരല്പം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചിക്കൻ മസാല ഒരല്പം, ഉപ്പ്, നാരങ്ങ നീര്, കറിവേപ്പില, ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാതെ നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി ഇങ്ങനെ ചിക്കറ്റിൽ ചേർത്ത് വെക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും. 1 മണിക്കൂറൊക്കെ ആണെങ്കിൽ വളരെ നല്ലത്. അവർ മിണ്ടിയും പറഞ്ഞു അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. പിന്നെ ഇതിനെന്തുകൊണ്ടാണ് ട്രിവാൻഡ്രം സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? ട്രിവാൻഡ്രത്തുള്ള ഞാൻ ഉണ്ടാക്കുമ്പം സ്വാഭാവികമായിട്ടും അത് ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ ആവുമല്ലോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നോട് ദയവായി പറയണം. അത് വീണ്ടും ഇതുപോലുള്ള സാഹസങ്ങൾ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കും. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ മെഴുക്ക് പുരട്ടിയെന്നോ ഉപ്പേരി എന്നൊക്കെ വിളിക്കുന്ന ഇവനെ അങ്ങ് വാങ്ങി വയ്ക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരുന്നാൽ നമ്മുടെ ചിക്കൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നല്ലൊരു പാത്രം എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ, നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ നാവിന് രുചി തോന്നുന്ന എണ്ണ ഏതാണോ അതെടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അത് ചൂടായെന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കനെ ഒരു പാടം പഠിപ്പിക്കാനായിട്ട് ദേ ഇതുപോലെ തിളച്ച എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണം വരില്ലേ? പ്രത്യേകിച്ച് റോഡിൽ കൂടെ നമ്മൾ ബൈക്കിലോ കാറിലോ ഒക്കെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ മണം നല്ല ഗുമുഗുമാന്ന് അടിക്കുകയും ചെയ്യും. ട്രിവാൻഡ്രത്ത് അങ്ങനെ മണം കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് നമ്മുടെ പാറ്റൂരുള്ള ബാലൻചേട്ടൻ്റെ കടയാണ്. പഴയ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ബാലൻചേട്ടൻ്റെ കടയിൽ നിന്നുള്ള ചിക്കൻ്റെയും ആ വെളിച്ചെണ്ണയുടെയും മസാലയുടെയും ചിക്കൻ്റെയൊക്കെ മണം ആ ഏരിയ മൊത്തം ഉണ്ടാവും. അത് ആലോചിക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുക. ട്രിവാൻഡ്രത്ത് ഈ കട മാത്രമല്ല, കുറേ സ്ഥലങ്ങളുണ്ട്. കുറേയിടത്തൊക്കെ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. പൊതുവെ ഇൻസ്റ്റാഗ്രാമിനകത്ത് യൂട്യൂബിനകത്തൊക്കെ ആൾക്കാർ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ബീഫും മട്ടനൊക്കെയാണ്. ചിക്കൻ ഫ്രൈഡ് ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല, വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് പാകപ്പെട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞില്ല, അതിങ്ങനെ വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ആ എണ്ണയിലേക്ക് കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയുള്ളി, പിന്നെ കുറച്ച് വറ്റൽമുളക്, ആവശ്യത്തിന് പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ചതച്ചിട്ട് അത് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മുടെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കോഴിയെ വീണ്ടും തട്ടി ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് പൊരിക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകിച്ച് നോക്കിക്കോണം. ഇത് വറക്കുമ്പോൾ ഉണ്ടാകുന്ന മണത്തെക്കുറിച്ച് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അത് വല്ലാത്തൊരു മണമാണ്. എന്താ വിശ്വാസം വരുന്നില്ലേ? ദേ നോക്കിക്കേ, മണം അടിച്ച് പനി പിടിച്ച് കിടന്ന നമ്മുടെ കുറുന്തോട്ടി വരെ എഴുന്നേറ്റ് വന്നു ഒരല്പം ഉഷാറിന് വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം കുടിക്കുക. അങ്ങനെ നമ്മുടെ കഥാനായകൻ റെഡിയായി. അവനെയും അവൻ്റെ കൂട്ടാളികളെയും ഇതുപോലെ വറുത്ത് വരുമ്പോൾ അത് അപ്പം തന്നെ തിന്നു തീർക്കാൻ റെഡിയായിട്ട് 5 നിൽപ്പുണ്ട് സൈഡിൽ. അല്ല, അവിടെ മാത്രം പറഞ്ഞാൽ പോരല്ലോ,
ചിക്കൻ്റെ പീസിൽ എല്ലാത്തിലും ഉപ്പും മുളകും മല്ലിപ്പൊടിയൊക്കെ ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മളതുപോലെ കഴിച്ചു നോക്കണ്ടേ. അല്ലാതെ കൊതി കൊണ്ടൊന്നുമല്ല ഞാൻ ഇനി കഴിക്കുന്നത്. ഇതേ കണ്ടില്ലേ, അതിനിടയിൽ കൂടെ എല്ല് പോലും കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കൊണ്ടുപോയി ഒരാൾ പോകുന്നത്. പിന്നെ അഞ്ജുന് ചോറ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്നെ ഇച്ചിരി മഷ്റൂം സൂപ്പ് ഉണ്ടാക്കി. അതിൽ നിന്ന് കൈയിട്ട് വരാനായിട്ട് ആശാത്തിയും പോയി നിൽപ്പുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ആ സൈഡിൽ ഇരിക്കുന്ന ബെൽ ബട്ടനും കൂടെ ഞെക്കാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ ഞെക്കിയാലേ എനിക്കിവിടെ കേൾക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.